ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളുടെ കരി ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഓർക്കിഡിനൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ തീരെ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഇട്ടിട്ട് തന്നെ അതിനെപ്പറ്റി പറയാമെന്ന് വെച്ചിട്ട്, കാരണം കുറേ പേര് പിന്നെ അത് സംശയം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ഒന്ന് വീഡിയോയിലേക്ക് പോവാം. നമ്മളിതുപോലെ ഒരു ചാക്ക് കരിയാണ് ഇങ്ങനെ മേടിക്കട്ടെ. മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ ഒരു ചാക്ക് നമ്മൾ എടുക്കുക. അപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ കുറച്ചധികം എടുക്കുക ചെയ്യും. അപ്പോൾ അത് ഇതുപോലത്തെ കരികളാണ് കണ്ട. അപ്പോൾ ഇതുപോലെ പീസായിട്ടുള്ള കരികളാണ് നമ്മൾ ഉപയോഗിക്കാൻ കണ്ട. നല്ല പീസായിട്ടുള്ള ഈ കരി എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. നിറയെ പൊടി ഉണ്ടതാണ്, കരി വരുവാണ്ട. ഇതിൽ നിറയെ പൊടിയാണ് ഈ കരിയിൽ കണ്ട. നമുക്ക് കണ്ട പൊടി നമ്മൾ ഇടുമ്പോൾ കണ്ട് കയ്യിൽ മക്കാത്ത പൊടിയാണ് നിറയെ. അപ്പം അതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അതിൽ കാരണം വെച്ചാൽ പുളിപ്പും എല്ലാം ഉണ്ടാവും. കരിയുടെ വെണ്ണീറൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് കരിഞ്ഞതിൻ്റെ. അപ്പം അതൊന്നും നമ്മളെ ഓർക്കിഡ് നല്ലതല്ല. അപ്പോൾ നമ്മളെ കരി കണ്ടല്ലോ. ഇനി ഈ കരി നമ്മൾ 3 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആ വാഷ് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിങ്ങനെ കളയണം കേട്ടോ. ഇത് വേറെ വെള്ളം ഇട്ടിട്ട് പിന്നെ ഒരു പ്രാവശ്യം കഴുകുക. ഈ വാഷ് ചെയ്ത പോലെ നമ്മൾ 3 ആവർത്തി ചെയ്യട്ടെ. കഴുകുക, ഒരു വട്ടം കഴുകുക, പിന്നെ അത് വെള്ളം കളയുക, പിന്നെയും ഇതിടുക, പിന്നെയും കഴുകുക. അങ്ങനെ 3 ആവർത്തി കഴുകിയതിന് ശേഷം ഈ ഡ്രമ്മിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ട് ഒരു 15 ലിറ്റർ വാട്ടർ, ഒരു കണക്ക് പറയാം, 15 ലിറ്റർ വാട്ടറിൽ ഒരു 100 ഗ്രാം കാൽസ്യം നൈട്രേറ്റ് ഇട്ട് ഒന്ന് കലക്കിയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്ത് അത് കലങ്ങിയതിന് ശേഷം അതിൽ ഈ കരി നമ്മൾ ഒരു ദിവസം ഇട്ട് വെക്കുക കേട്ടോ. ഒരു ദിവസം ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് വാരി എടുത്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് കണ്ട ഇതുപോലെ നമ്മൾ 3 പ്രാവശ്യം കഴുകി കാൽസ്യം നൈട്രേറ്റ് ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ച കരിയാണ് കണ്ട. ഇപ്പം നല്ല ക്ലീൻ ആയില്ല കണ്ട. ഇത് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുക വെച്ചാൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കുക. ഇല്ല എടുത്ത് വെച്ചാൽ നമ്മൾക്ക് ഒന്ന് ഉണക്കിയതിന് ശേഷം ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതായിരിക്കും നമ്മളെ ഓർക്കിഡിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മീഡിയം കരിയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഈ കരിയിൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ഹാങ്ങിങ് പോട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൊരു വീഡിയോ കൂടി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഒരു കസ്റ്റമറിന് വേണ്ടി ഡെൻഡ്രോബിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഫലനോഫീസിനായാലും ഡെൻഡ്രോബിയത്തിനായാലും പിന്നെ ക്ലേ പോട്ടിലായാലും പിന്നെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ ഏത് പോട്ടിലായാലും കരിയാണ് ഏത് ഓർക്കിഡിനും ഏറ്റവും നല്ല പോട്ടിങ് മിക്സ് ഇട്ടാ. അപ്പോൾ ഓക്കെ, പിന്നെ 3 ഇഞ്ച് പോട്ടിൽ നമ്മൾ ചകിരി വെച്ച് ചെയ്യണത് പെട്ടെന്നൊന്ന് വളർന്ന് വേര് പിടിച്ച് ഒന്ന് പിന്നെ വലുതാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വലുതായാൽ നമ്മൾ വീടുകളിലൊക്കെ പെട്ടെന്ന് ഇതുപോലെ കരിയിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ